ഹായ്, കുഞ്ഞുമക്കളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അവർ ഫുഡ് കഴിക്കാനൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കുന്നുള്ള ടെൻഷനാണല്ലേ നമുക്കൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സമയത്ത് ഏത് സ്ഥലത്ത് വെച്ച് അവർക്കൊരു ഫുഡ് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് സർലാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 1 കപ്പ് അവിലാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം ഇതുപോലൊരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് 1 കപ്പ് ഓട്സ് ഇടുന്നു. ഈ ഓട്സ് നന്നായി മൂത്ത് വരണേ, നല്ല ക്രിസ്പി ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഓട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഒരു 2.5 കപ്പ് മക്കാനിയാണ് കേട്ടോ. നമ്മുടെ താമരയുടെ മുട്ട് ഉണക്കിയതാണിത്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ്. നമ്മളിത് മക്കൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. കുറച്ച് വലിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്കിതൊരു നെയ്യിലൊക്കെ ഇട്ട് വാട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇതും നമ്മൾ നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലൊരു വലിയ പ്ലേറ്റിലാണ് ഇതൊക്കെ കൂടി ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചൂട് മാറിക്കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കേഷ്നട്ടും അതുപോലെ തന്നെ ഒരു 10-12 ബദാമുമാണ് കേട്ടോ. അത് രണ്ടും കൂടി ഞാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യം നമുക്ക് വാൾനട്ടും പിസ്തയാണ് കേട്ടോ. പിസ്ത എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലാത്തത് കാരണം ഞാൻ വെറും വാൾനട്ട് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. ഇനി ഈ ചൂടാക്കി വെച്ചതെല്ലാം അതിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി തിന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ചൂട് മാറാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിൽ വെച്ചാണ് ഈ പൊടിക്കുന്നത്. നല്ല തിന്നായി കിട്ടണം. അതാവും ഒന്നും കൂടി മക്കൾക്ക് കൊടുക്കുമ്പോൾ നല്ലത്. കുറച്ച് വലിയ മക്കളൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ക്രഷസൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തു. ഇതാ ഏകദേശം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റ് സെർലാക്കായിട്ടും അതുപോലെ നമ്മൾ അവർക്ക് കുറുക്ക് ഉണ്ടാക്കുമ്പോൾ അതിലൊരു പ്രോട്ടീൻ പൗഡറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. വളരെ നല്ലതാണ്. ഒരു ഏകദേശം 6 മാസം വരെയൊക്കെ ഇതൊരു കുഴപ്പമില്ലാതെ ഇരിക്കും. ഞാനിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഡേറ്റ്സ് പൗഡർ ആട്ടോ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നമ്മൾ മക്കൾക്ക് മധുരത്തിനായിട്ട് എന്താണ് ചേർക്കുന്നത് അത് ചേർത്താൽ മതി കേട്ടോ. കൽക്കണ്ണ പൊടിച്ച് കൊടുക്കുന്നവരാണെങ്കിൽ അത് പൊടിച്ച് ചേർത്താൽ മതി. ഇനി എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കുഞ്ഞു മക്കളുണ്ട്, അവർക്ക് എങ്ങനെ പുറത്ത് പോയ ഫുഡ് കൊടുക്കുന്നൊക്കെ വിചാരിച്ചിട്ട് ആരും പുറത്ത് പോകാതെയൊന്നും ഇരിക്കേണ്ട കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റം ഉണ്ടാക്കി കൈ വെച്ചാൽ മതി. നമുക്ക് അവരെയും കൊണ്ട് പുറത്തൊക്കെ പോയിട്ട് വരാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഞാൻ അവന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ എന്ത് മക്കൾക്ക് കൊടുക്കുമ്പോഴും ഒരു 3 ദിവസം അടുപ്പിച്ച് അത് കൊടുത്ത് അവർക്ക് അതിൻ്റെ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കില്ല. ചില മക്കൾക്ക് ചില ഐറ്റംസിൽ അലർജിയൊക്കെ ഉണ്ടാവാം. അപ്പോൾ പിന്നെ ഓക്കെ ബൈ.